ഹായ്, സുഖല്ലേ? ഇന്ന് നമുക്ക് കർക്കിടക വാവട ഉണ്ടാക്കാം കേട്ടോ. വത്സൻ വളരെ ഈസി ആയിട്ട് ഇതൊന്ന് ഇരട്ടി സ്വാദിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കുറച്ച് സൂത്രപ്പണികളൊക്കെ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ, നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കമൻറ്റ് ചെയ്യാൻ പഠിക്കരുത് കേട്ടോ, പറഞ്ഞു തരണേ. അപ്പോൾ നമുക്ക് ആദ്യം വാഴയില നന്നായി കഴുകി, ആദ്യത്തെ സൂത്രപ്പണി വാഴയുടെ ഈ തടല് അത് കളയരുത് കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ വാഴയില നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം, ചുടുവെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഗ്യാസിൽ കാണിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6 ഇല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി. അതല്ലെങ്കിൽ ഉണക്കലരി അരച്ചിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പച്ചരിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കറുത്ത എള്ള് കുറച്ചിട്ട് കൊടുക്കണം, ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത സൂത്രപ്പണി എന്താണെന്നറിയോ, ഒരു വലിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കുഴക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളമല്ല വേണ്ടത്, നന്നായി ചൂടായ വെള്ളമാണ് ഇത്. തിളച്ചിട്ടില്ല കേട്ടോ, നല്ല ചൂടായ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഇത് ആദ്യം ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇത് അതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സാധാരണ നമ്മുടെ തണുത്ത സാധാരണ പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല ദോശമാവിൻ്റെ പരുവം നമ്മൾക്കിങ്ങനെ, ഇത് ഞാൻ പരത്തിയിട്ടല്ല ഉണ്ടാക്കുന്നത്, പരത്തിയിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കണ അട പോലെയും ഉണ്ടാക്കും വത്സൻ വാവട. ഇത് ഞാൻ അങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കണം, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി നമുക്ക് എള്ളിടാൻ മറക്കരുത് കേട്ടോ, അതാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. എള്ളും ഉപ്പും പഞ്ചസാരയും ഇട്ട് അത് നന്നായിട്ട് ദോശമാവിൻ്റെ കനത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വത്സനിൽ എന്തായാലും അവില് ചേർത്തും, പിന്നെ നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതെടുത്തോളൂ, ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും പഴം എടുത്തോളൂ. പിന്നെ ഇത്തിരി ശർക്കര, ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട്. പിന്നെ കുറച്ച് നാളികേരം ചെരുവിയത്, 2 ഏലക്ക കേട്ടോ. പിന്നെ ഈ കറുത്ത എള്ള് ഇട്ടതിൻ്റെ ബാക്കി നമുക്കിതിലേക്ക് എടുക്കാം. പിന്നെ നമുക്ക് ആദ്യം ഈ അവിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം, ഇങ്ങനെ ക്രിസ്പി ആയിട്ടാവണത്. അപ്പോൾ അതിൽ കൂടി തന്നെ നമുക്ക് കറുത്ത എള്ളും കൂടെ ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ബൗളിലേക്ക് മാറ്റാട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ അവിലിങ്ങനെ പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയണ ശബ്ദം കേൾക്കും ഇതുപോലെ. അപ്പോൾ നമ്മളുടെ അവിൽ അത്രയ്ക്ക് വറക്കണം. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ അവിലധികം ചേർത്തേണ്ട, അങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും, കുറച്ച് അവിൽ ചേർത്തിയാൽ മതിയിട്ടുള്ളൂ. ഇനി ഇതിപ്പോൾ പാവ് കാച്ചിട്ട് നമ്മൾ സാധാരണ അടയ്ക്ക് ഉണ്ടാക്കണം, അതിൽ ഉണ്ടാക്കിയിട്ടും ഉണ്ടാക്കാറുണ്ട് സാധാരണ, പക്ഷെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി നമുക്കതിലേക്ക് അവിൽ, കറുത്ത എള്ള്, ശർക്കര, തേങ്ങ ചെരുവിയത്, ഏലക്ക പൊടിച്ചത്, ഇതെല്ലാം കൂടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ആദ്യം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് ചേർത്താട്ടുള്ളൂ. ഇത് 2 ഏലക്ക എടുത്തിട്ടുണ്ട്, അത് രണ്ടും ചതച്ചതിലേക്ക് ഇട്ടു. തേങ്ങ ഞാൻ ആദ്യം കുറച്ചാണ് ഇട്ടത്, എത്ര വേണമെന്ന് അറിയാൻ വേണ്ടി. ബാക്കി പിന്നെ ഞാനത് ഫുൾ അതിലേക്ക് ഇട്ടോട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്ത് നല്ല പേരല്ലേ വത്സൻ, നല്ല പേരാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇത് പല രീതിയിൽ ഉണ്ടാക്കണം ഇത്. അപ്പോൾ ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടുള്ളൂ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കാതെ എനിക്ക് കമൻറ്റ് ചെയ്യില്ലേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ, ഹൈപ്പും കൂടെ ചെയ്ത് തരണേ. അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോളൂ. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ, നല്ല പഴുത്ത പഴം വേണം, അപ്പോഴാണ് ടേസ്റ്റ്. അടുത്ത സൂത്രപ്പണി എന്താണെന്നറിയും, നമ്മളുടെ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കില്ല, അട വേവിക്കാൻ. അപ്പോൾ അതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കും കേട്ടോ, നല്ല മണമാണ്, വീട് മുഴുവൻ നല്ല മണമായിരിക്കും, അടുക്കള മുഴുവൻ. അപ്പോൾ നമുക്കിനി നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇല വെട്ടിയ വാഴയുടെ തട കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ, അതെന്തിനാന്ന് കാണിച്ചു തരാട്ടുള്ളൂ. അറിയുന്നവരൊക്കെ ഉണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണമെന്നുള്ളൂ. ഇനി നമ്മുടെ ഇലയിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ മാവ്, ഒരുപാട് വെള്ളം ലൂസാക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തിയിട്ട് ഒരുപാട് കട്ടിയിലും പരത്തണ്ട. അപ്പോൾ ഈ കുറച്ച് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഇങ്ങനെ പുറത്തേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ നല്ല രസമാണ്. അത് പറഞ്ഞിട്ട് ഒരുപാട് നൈസായിട്ടും പരത്തിയിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയണതാണ്, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതൊക്കെ പറയണത്. ഇനി നമുക്ക് ഫില്ലിങ് നിറച്ച ശേഷം കുറച്ച് ശ്രദ്ധയോടുകൂടി മടക്കാട്ടുള്ളൂ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ 4 സൈഡും മടക്കാം. ഞാൻ എപ്പോഴും പറയില്ലേ, എനിക്ക് വാഴയുടെ ഇലയ്ക്ക് കുറച്ച് ദാരിദ്ര്യമാണെന്ന്. അപ്പോൾ കിട്ടിയ ഇലയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ ഇതിൻ്റെ 4 വശം വേണമെങ്കിലും മടക്കാം. ഇത് അത്ര വെള്ളം പോലത്തെ മാവല്ല, അതുകൊണ്ട് അത് അവിടെ ഇരിക്കും. അതൊന്ന് പരത്തിയ ശേഷം ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പിന്നെ ഒഴുകില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെയും കൂടി ചെയ്യാം. അപ്പോൾ ഈ വാഴയുടെ തണ്ട് എന്തിനാണ് എടുത്ത് വെച്ചതെന്ന് ചോദിച്ചില്ലേ, നിങ്ങൾ അത് കാണിച്ചു തരാട്ടുള്ളൂ. ഇപ്പോൾ 2 അട വെച്ചതിന് ശേഷം നമ്മൾ ഈ വാഴയുടെ തടല്ലേ, അതുപോലെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ അടുത്ത അട വയ്ക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ അടയും ഒരേപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ചെയ്യാത്തവർ കേട്ടോ. അറിയണവർ പിന്നെ എന്തായാലും ചെയ്യണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ വേറെ 3-ാമത്തെയും അട നമ്മൾ 4-ാമത്തെ അടയും ഇതതുപോലെ വെച്ചു. അങ്ങനെ ഞാൻ 6 അടയാണ് കേട്ടോ ആ അളവിലനുസരിച്ച് ഉണ്ടാക്കിയത്. അപ്പം അവസാനത്തെയും കൂടി വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇനി സിമ്മിലിട്ട് ആദ്യം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്, പിന്നെ ഞാനൊരു സിമ്മിൽ ഒരു 10-20 മിനിറ്റ് ഞാൻ ഇട്ടിട്ടാണ് വേവിച്ച് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേവൊക്കെ നിങ്ങൾ നോക്കി അനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ അട നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, ഒന്ന് ചൂടാറിയ ശേഷം തുറന്നാൽ മതി കേട്ടോ. ഇപ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നന്നായി വെന്ത്
വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് നോക്കൂ. അപ്പോൾ ഇനി നിങ്ങൾ അട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എള്ളൊക്കെ കുഴക്കണയിലിട്ടിട്ട് മാവിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല രസമല്ലേ ഈ അട കാണാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ, ചെയ്ത് നോക്കില്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.